എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പം ഇപ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ നോക്കാൻ പോകുന്ന ആർട്ടിക്കിൾസ് ആണ്. കൂടുതൽ നമുക്ക് IR റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്ന നമ്മുടെ എഡിറ്റോറിയലുള്ള ഒരു ന്യൂസാണ് ദ ഹൈ കോസ്റ്റ് ഓഫ് ഗ്ലോബൽ എക്കണോമിക് ഡീകപ്ലിംഗ്. അത് ഒരു US ആൻഡ് ചൈന ബേസ് ചെയ്തിട്ടുള്ള അവരുടെ തമ്മിലുള്ള ഒരു ട്രേഡ് സ്റ്റാൻഡ് ഓഫ് ആണ്. നമ്മുടെ GS2 ഇൻ്റർനാഷണൽ റിലേഷൻസ് ആയിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. ഇത് മെയിൻസ് പെർസ്പെക്റ്റീവിലാണ് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ഒരു ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടൈം ഫോർ എ സെൻസസ് ആണ്. സെൻസസിനെ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് നമുക്ക് ഈ കറണ്ട് ഫേസിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്ന നിലയിലുള്ളൊരു ന്യൂസ് തന്നെയാണ്. നമുക്കറിയാം GS3 എക്കണോമിയുമായിട്ടുള്ള ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇതാണ് സെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ആർട്ടിക്കിൾ. ഇപ്പോൾ നമ്മുടെ എഡിറ്റോറിയലിൻ്റെ തൊട്ട് താഴെയുള്ള പേജിലുള്ള ആർട്ടിക്കിളാണ്. ഓക്കെ, പിന്നെ ചൈനീസ് ഫോഴ്സസ് സീസ് 2 ഫിലിപ്പൈൻസ് വേർഡ്സ് ഇൻ ഡിസ്പ്യൂട്ടഡ് ഷോൾ. ഓക്കെ, ഇത് സെക്കൻഡ് തോമസ് ഷോൾ എന്ന് പറയുന്ന ഒരു ഷോളിന് അവിടെ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ട്. അത് ഫിലിപ്പൈൻസും ചൈനീസ് ആർമിയും കൂടി കോൺടെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഉള്ളൊരു ഡിസ്പ്യൂട്ടിനെ പറ്റിയാണ്. അത് GS2 ഇൻ്റർനാഷണൽ റിലേഷൻസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ്. നമുക്കറിയാം ഇപ്പം പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസ് വരുവാണ്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് മെയിൻസ് ആൻസർ റൈറ്റിംഗ് പെർസ്പെക്റ്റീവിൽ ഇത് കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഈ സൗത്ത് ചൈന സീ എന്ന് പറയുന്നത്. അപ്പോൾ സൗത്ത് ചൈന സീനെ കുറിച്ച് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ നമുക്ക് ഇതിനകത്തുനിന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതിന് പറ്റിയൊരു കൺക്ലൂഷനും അതിന് പറ്റിയ ചാലഞ്ചസ് ആണ് ഉള്ളത്, പിന്നെ അതിൻ്റെ വേ ഫോർവേഡ്. ഓക്കെ, ആ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പിന്നെ ഒരു മോഡൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനും ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാനായിട്ട് പറ്റുമോ നോക്കാം. അതൊരു ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ എങ്ങനെ സൗത്ത് ചൈന സീനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണമെന്നാണ് ആ ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഹൈ കോസ്റ്റ് ഓഫ് എ ഗ്ലോബൽ എക്കണോമിക് ഡീകപ്ലിംഗ് ആണ്. ദ റൈസിംഗ് പ്രൊട്ടക്ഷനിസം ആൻഡ് ടിറ്റ് ഫോർ ടാറ്റ് ദാറ്റ് ബിറ്റ്വീൻ US ആൻഡ് ചൈന എമിഡ് ജിയോ പൊളിറ്റിക്കൽ റൈവലറി. നമുക്കറിയാം ഈയിടയ്ക്ക് US ടിക്ടോക്ക് ഒക്കെ ബാൻ ചെയ്തായിരുന്നു. അപ്പം പിന്നെ അതുപോലെ തന്നെ ട്രേഡ് താരിഫ്സ് ഉണ്ട്, അവർ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. പിന്നെ ഫിയേഴ്സ് ഓഫ്, പിന്നെ നമുക്കറിയാം ജിയോ പൊളിറ്റിക്കലി അവർ രണ്ട് ഡൈപോളാർ വേൾഡിലോട്ട് നമ്മൾ പോകുന്ന രീതിയിലാണ്. ഒരു കോൾഡ് വാർ സിനാരിയോ പോലെയാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. നമുക്കറിയാം US ടാക്കിൾ ചെയ്യാനായിട്ട് ചൈനയെ ടാക്കിൾ ചെയ്യാൻ US ആണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് പോകുന്നത്. ഫിയേഴ്സ് ഓഫ് ഡീകപ്ലിംഗ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് ദ ഗ്ലോബൽ എക്കണോമി അലോങ് വിത്ത് ബ്ലോക്ക് ലൈൻസ്. നമുക്കൊരു എന്താണ് കോൾഡ് വാർ സിനാരിയോ. കോൾഡ് വാറിൽ നമുക്ക് USSRയും US ആയിരുന്നു. അപ്പോൾ USSR കോൾഡ് വാറിന് ശേഷം തകർന്നു. അതുപോലെ തന്നെ ഇനിയുള്ള സിനാരിയോയിൽ USഉം ചൈനയും തമ്മിലാണ് ആ ഒരു കോമ്പറ്റീഷൻ പോലെ വരുന്നത്. ഓക്കെ, ലോങ് ടേം കോസ്റ്റ് ആൻഡ് ഇംപ്ലിക്കേഷൻസ് ഓൺ ദ വേൾഡ് എക്കണോമിയാണ് ഇവർ അഡ്രസ്സ് ചെയ്യുന്നത്. ഇവരുടെ ആ ഒരു ഈ ഒരു സിനാരിയോയിൽ എന്തൊക്കെ ഇമ്പാക്റ്റുകളാണ്, ഒരു ട്രേഡ് ബ്ലോക്ക് പോലെ രണ്ട് പാർട്ടായിട്ട് ലോകം മാറുമോ, അങ്ങനെയുള്ള രീതിയിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് റീസെൻറ്റ് അനൗൺസ്മെൻറ്റ് ഓഫ് ദ US ടു ഇമ്പോസ് ഫ്രഷ് താരിഫ്സ് ഓൺ ചൈനീസ് ഇമ്പോർട്ട്സ് ഹാസ് റീഅഗ്നേറ്റഡ് ഫിയേഴ്സ് ഓഫ് എ ന്യൂ ഫേസ് ഓഫ് എക്കണോമിക് ഡീകപ്ലിംഗ് ബിറ്റ്വീൻ 2 വേൾഡ്സ് ലാർജസ്റ്റ് എക്കണോമീസ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ എന്താണ്, ഈ ജിയോ പൊളിറ്റിക്കൽ റൈവലറീസ് അവർക്ക് കൂടുന്നുണ്ട്. അപ്പോൾ നാഷണൽ സെക്യൂരിറ്റി റിസ്കിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ടാക്കിൾ ചെയ്യാനായിട്ടാണ് US ഇതുപോലത്തെ താരിഫ്സ് കൊണ്ടുവന്നത്. അപ്പോൾ ഹവർ വൈൽ എയിംഡ് അറ്റ് കർബിംഗ് ചൈനാസ് കോഴ്സീവ് എക്കണോമിക് പ്രാക്ടീസസ്. നമുക്കറിയാം ചൈനയുടെ കുറേ എക്കണോമിക് പോളിസീസ് ഉണ്ട് വിച്ച് ഹിൻഡർ നമ്മുടെ ഡൊമസ്റ്റിക് എക്കണോമീനെ ടാക്കിൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ കേസിൽ, ഇന്ത്യയുടെ കേസിലാണെങ്കിൽ നമുക്കറിയാം അവരൊരു ഡംപിങ് സിനാരിയോ ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ അവരുടെ ചൈനീസ് പ്രോഡക്ട്സ് ഇന്ത്യൻ ഇമ്പോർട്ട് മാർക്കറ്റിൽ അവർ ഡംപ് ചെയ്യും. അപ്പോൾ കുറേ പ്രോഡക്ട്സും മാക്സിമം കൊണ്ട് ഡംപ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ചൈനീസ് പ്രോഡക്ട്സിൻ്റെ വില കുറയും അല്ലേ. അപ്പോൾ ചൈനീസ് പ്രോഡക്ട്സിൻ്റെ വില കുറഞ്ഞ കാരണം നമ്മുടെ ഇവിടുത്തെ കച്ചവടക്കാർ എന്ത് ചെയ്യും, ഇന്ത്യൻ മാനുഫാക്ചേർഡ് ഗുഡ്സിനെക്കാട്ടിലും പ്രിഫർ ചെയ്യുന്നത് ചൈനീസ് ഗുഡ്സ് ആയിരിക്കും. ചൈനീസ് ടോയ്സ് അല്ലെങ്കിൽ അവരുടെ എക്യുപ്മെൻറ്റ്സ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഡംപിങ് ആയിട്ടുള്ള പ്രാക്ടീസസ്, അങ്ങനെയുള്ള പ്രാക്ടീസസ് ചൈനീസ് കമ്പനീസ് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രാക്ടീസസ് US അതിനെതിരെയായിട്ട് അവർ വന്നിട്ടുണ്ട്. അപ്പോൾ ലോങ് ടേം കോസ്റ്റ് ആൻഡ് ഇംപ്ലിക്കേഷൻസ് ഓൺ ഡീകപ്ലിംഗ് ഫോർ ദ ഗ്ലോബൽ എക്കണോമിയാണ്. ഇങ്ങനെയുള്ള സിനാരിയോയിൽ US ആ ഒരു എക്കണോമിക് സ്ട്രാറ്റജീസിനെ എല്ലാം അവർ ഹിൻഡർ ചെയ്തുകൊണ്ട് അതിന് താരിഫുകളും അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രസൻറ്റ് ചാലഞ്ചസ് എന്ന് പറയുന്നത് വിഷ്യസ് സൈക്കിൾ ഓഫ് പ്രൊട്ടക്ഷനിസം ആണ്. ഒന്നെന്ന് വെച്ചാൽ ടിറ്റ് ഫോർ ടാറ്റ് താരിഫ് എസ്കലേഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഈ ട്രേഡ് ബാരിയേഴ്സിനെ ഇറക്റ്റ് ചെയ്യാനായിട്ട് കൂട്ടും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇപ്പം US ചൈനീസ് ഫാക്ടറീസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇമ്പോർട്ട് ചെയ്യുമ്പോഴേക്കും US പറയുവാണ് അവർക്ക് ഇത്ര താരിഫ് കൂട്ടണം, ഇന്ന പ്രോഡക്റ്റ് നിങ്ങൾ US സെല്ല് ചെയ്യണമെങ്കിൽ
$20 എക്സ്ട്രാ കൊടുക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും അവിടെ ഈ ചൈനീസ് പ്രോഡക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഫാക്ടറീസ് കാണും US-ൽ. അപ്പോൾ അവരുടെ കച്ചവടം അവിടെ എഫക്റ്റ് ആവും. അപ്പോൾ ഒരു ഗ്ലോബൽ സപ്ലൈ ചെയിൻ ക്രൈസിസ് അവിടെ നടക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഈ ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ ചിലപ്പം ഒത്തിരി കൺസ്യൂമർ ബേസ് ഉള്ള ഇൻഡസ്ട്രീസ് ഒക്കെ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്കറിയാം മൊബൈൽ ഫോൺ മാനുഫാക്ചറിങ് കൂടുതലും നടക്കുന്നത് ചൈനയിലാണ്. അപ്പം ചൈനീസ് ഇമ്പോർട്ട് ചെയ്യുന്ന, ചൈനയിൽ മെയ്ഡ് ഇൻ ചൈന പ്രോഡക്ട്സ്, അത് ഇലക്ട്രോണിക്സ് US-ലോട്ട് വരുമ്പോഴേക്കും US ഗവൺമെൻറ് പറയുവാണ് അവർക്ക് കുറച്ചുകൂടെ റേറ്റ് കൂട്ടി വേണം, ഇത്ര രൂപ താരിഫായിട്ട് കൊടുക്കുവാണെങ്കിൽ മാത്രമേ ഇവിടെ ഇമ്പോർട്ട് ചെയ്താൽ മതി എന്ന് പറയുവാണെങ്കിൽ ഈ ഗ്ലോബലി ഉള്ള ഇലക്ട്രോണിക്സിൻ്റെ റേറ്റ് കൂടും. ഓക്കെ, അതാണ് ഒരു പ്രശ്നം വരുന്നത്. പിന്നെ ഗ്രീൻ ട്രാൻസിഷൻ ഡിലേസ്. അപ്പോൾ ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻസ് ഓൺ ചൈനീസ് ക്ലീൻ എനർജി പ്രോഡക്ട്സ് ആൻഡ് കമ്പോണൻറ്റ്സ് ത്രട്ടൻ ടു ഡിറെയിൽ റിന്യൂവബിൾ എനർജി എക്സ്പാൻഷൻ ടാർഗറ്റ്സ് അക്രോസ് ദ ഗ്ലോബ്. അപ്പം ചൈനീസ് ഗ്രീൻ എനർജി അല്ലെങ്കിൽ അവരുടെ പ്രോഡക്ട്സ്, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ നമുക്കറിയാം ചൈന എന്ന് പറയുന്ന ഒരു മാനുഫാക്ചറിങ് ഹബ്ബാണ്. ഓക്കെ, അപ്പം അവർ പെട്ടെന്ന് ഇപ്പോൾ റിന്യൂവബിൾ എനർജി സോഴ്സസിലോട്ടോ അങ്ങനെയുള്ള പ്രോഡക്ട്സ് ഒക്കെ അവർക്ക് ഇന്നോവേറ്റ് ചെയ്ത് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ വലിയ പാടൊന്നുമില്ല. പക്ഷേ ഒരു നോർമൽ കൺട്രി അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയലി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള US പോലത്തെ കൺട്രിക്ക് പെട്ടെന്ന് ഈ ഒരു ട്രാൻസിഷൻ വരാൻ സാധിക്കത്തില്ല. അപ്പോൾ അവർക്ക് ആ ഒരു പ്രോഡക്ട്സ് ഇറക്കാനായിട്ട് പറ്റില്ല. ആ സമയം ഇതിനെ ഡീറെയിൽ ചെയ്തുകൊണ്ട് ആ പ്രോഡക്ട്സിനെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ചൈനീസ് പ്രോഡക്ട്സ് ആണെങ്കിൽ ഈ ഒരു ട്രാൻസിഷൻ US-ന് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അവർക്കൊരു ക്ലീനർ സോഴ്സ് ഓഫ് പ്രൊഡക്ഷനിലോട്ടൊന്നും പോകാനായിട്ട് സാധിക്കത്തില്ല. പിന്നെ കോർപ്പറേറ്റ് ഏർണിങ്സ് എന്ന് പറയുന്നത് ഫോർ വെസ്റ്റേൺ മൾട്ടിനാഷണൽ ഹെവി ഡിപ്പെൻഡ് ഓൺ ചൈനീസ് കൺസ്യൂമർ മാർക്കറ്റ് ആണ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞത്. അപ്പോൾ ഡീകപ്ലിംഗ് വരുമ്പോഴേക്ക് എന്ത് ചെയ്യും? ഇവരുടെ റവന്യൂസും ഇവരുടെ ഏർണിംഗ് പൊട്ടൻഷ്യലും ഭയങ്കരമായിട്ട് കുറയും. പിന്നെ കൊമോഡിറ്റി ഷോക്സും, അതായത് റിസോഴ്സസ് എക്സ്പോർട്ടർ ലൈക്ക് ഓസ്ട്രേലിയ, ബ്രസീൽ, അവരൊക്കെ എന്താണ് ചൈനീസ് റിസോഴ്സസ്, നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന കൺട്രീസാണ്. അപ്പം ഇങ്ങനെയുള്ള കൊമോഡിറ്റി പ്രൈസസിന് ഹൈക്ക് വരുമ്പോൾ, അയൺ ഓർ ഒക്കെ വരുമ്പോഴേക്കും എന്താണ് ഈ കൺട്രീസിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഇതുപോലെ ചൈനീസ് അയൺ ഓർ അല്ലെങ്കിൽ ചൈനീസ് കോൾ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള കൺട്രീസ് കാണും. അപ്പോൾ അവർക്ക് ഈ റേറ്റ് ഹൈക്ക് വരുമ്പോഴേക്കും അവർ കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും ഈ നാച്ചുറൽ റിസോഴ്സസ് അക്വയർ ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ സപ്ലൈ ചെയിൻ വൾണറബിലിറ്റീസ് ആണ്. ഒന്നെന്ന് പറയുന്നത് നമുക്കറിയാം ഈ മിനറൽ സപ്ലൈ ചെയിൻസ് ഡീറിസ്ക് ചെയ്യാനായിട്ടുള്ള ഈ യൂറോപ്യൻ യൂണിയൻ്റെ എഫേർട്ട് ഉണ്ടായിരുന്നു. അതെന്താ ചെയ്യും? ഈ റെയർ എർത്ത് മിനറൽസ്, നമുക്കറിയാം ചൈനീസ് എക്കണോമിയിൽ ഒരു ലാർജ് പോർഷൻ റെയർ എർത്ത് മിനറൽസിൻ്റെ പ്രോസസ്സിങ്ങും മൈനിങ്ങും ആണ്. അപ്പം നമുക്കറിയാം അവരുടെ ഒരു സൗത്ത് ചൈന സീ റീജിയൺ, അവിടെയൊക്കെ അവർ കൂടുതലും ഈ ടെറിട്ടോറിയൽ ടെൻഷൻസ് കൊണ്ടുവരുന്നതിൻ്റെ കാരണം ദാറ്റ് റീജിയൺ ഈസ് ഹൈലി റിച്ച് ഇൻ റെയർ എർത്ത് മിനറൽസ്. അപ്പോൾ റെയർ എർത്ത് മിനറൽസ് ആണ് നമ്മൾ ഈ സെമി കണ്ടക്ടർ ഉണ്ടാക്കാനും ഇപ്പോൾ ഇലക്ട്രോണിക് ഇൻഡസ്ട്രീസിലൊക്കെ ഉപയോഗിക്കുന്ന മിനറൽസ് വരുന്ന എല്ലാം ഈ റെയർ എർത്ത് മിനറൽ കാറ്റഗറിയിലുള്ളതാണ്. അപ്പോൾ അവർക്ക് ഇതിനെ ഡോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻറ്റയർ ഇലക്ട്രോണിക് ഇൻഡസ്ട്രി അല്ലെങ്കിൽ എൻറ്റയർ സെൽഫോൺ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ഇവർക്ക് ഡോമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ സപ്ലൈ ചെയിൻ വൾണറബിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ ഏഷ്യൻ റോൾ എന്ന് പറയുന്നത് ലിമിറ്റഡ് ആവും. ഏഷ്യൻ എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു സൗത്ത് ഈസ്റ്റ് കൺട്രീസിൻ്റെ യൂണിയനാണ്. അപ്പം സൗത്ത് ഈസ്റ്റ് ഏഷ്യ കൺട്രീസിൻ്റെ യൂണിയനാണ്. അപ്പം സൗത്ത് ഈസ്റ്റ് ഏഷ്യാസ് പൊട്ടൻഷ്യൽ ടു റീപ്ലേസ് ചൈന ആസ് എൻ ഓൾട്ടർനേറ്റീവ് മാനുഫാക്ചറിങ് ഹബ് ഗെറ്റ്സ് കൺസ്ട്രെയിൻഡ് ബൈ സ്ട്രിക്റ്റർ റൂൾസ്. അപ്പോൾ ഒറിജിൻ സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ കമ്പോണൻറ്റ് ട്രേസിംഗ് റിക്വയർമെൻറ്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഏഷ്യാൻ്റെ റോളും അവിടെ കുറയും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വേ ഫോർവേഡ് എന്താണ്? ഒന്നെന്ന് പറയുന്നത് ഒരു മെഷേർഡ് അപ്രോച്ച് വേണം. അതായത് ഒരു കംപ്ലീറ്റ് ബാൻ ഓൺ എല്ലാ പ്രോഡക്ട്സിനും പോകുന്ന പോലെ അല്ലെങ്കിൽ എല്ലാത്തിനും താരിഫ് കൊടുക്കുക എന്നുള്ളൊരു രീതിയിൽ നിന്ന് ഒഴികെ ഇപ്പം കൺസ്യൂമർ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോഡക്ട്സിന് പയ്യെ എന്താണ് ഇതിൻ്റെ ലിമിറ്റ് കൂട്ടിക്കൊണ്ട് വരിക. അപ്പം റാദർ ദാൻ ബ്ലാങ്കറ്റ് പ്രൊട്ടക്ഷനിസം അഡോപ്റ്റ് എ ന്യൂവസ്റ്റ് അല്ലെങ്കിൽ സെക്ടർ സ്പെസിഫിക് അപ്രോച്ച് കൊടുക്കണം, ഫോക്കസിങ് ഓൺ ക്രിട്ടിക്കൽ സ്ട്രാറ്റജിക് സെക്ടേഴ്സ്. അപ്പം എന്താണ് ഒരു എക്കണോമിക് എൻഗേജ്മെൻറ്റും വേണം, എന്നാൽ കൺസ്യൂമേഴ്സിനെയോ അല്ലെങ്കിൽ നാഷണൽ ഇൻട്രസ്റ്റിനെയോ ഹിൻഡർ ചെയ്യുന്നതിനുള്ള സെക്ടേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ വേണം ഈ ഒരു അപ്രോച്ച് കൊണ്ടുവരാനായിട്ട്. പിന്നെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ റിഫോം ചെയ്യുക, ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് മെക്കാനിസം പ്രോപ്പർ ആക്കുക, അത് റിവൈവ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ഒരു കറണ്ട് അഫയേഴ്സിന് സെഷൻ എടുത്തപ്പോഴും പറഞ്ഞായിരുന്നു നമ്മുടെ ഈ ഡിസ്പ്യൂട്ട് അഡ്രസ്സൽ അല്ലെ സെറ്റിൽമെൻറ്റിന് ആ മെക്കാനിസം WTOയിൽ പ്രോപ്പറായിട്ടില്ല, അത് റിവൈവ് ചെയ്യുക എന്നുള്ളതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. സ്ട്രെങ്തൻ ഇറ്റ്സ് എബിലിറ്റി ടു റെഗുലേറ്റ് നോൺ മാർക്കറ്റ് പ്രാക്ടീസസ് ബൈ നെഗോഷിയേറ്റിംഗ് ന്യൂ ഗ്ലോബൽ ട്രേഡ് റൂൾസ്. പിന്നെ അലൈ വിത്ത് യൂറോപ്പ്, ബിൽഡ് എ ഡെമോക്രാറ്റിക് ട്രേഡ് ബ്ലോക്ക് with allies in Europe based on shared values of free market and fair competition. അപ്പം ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവരുടെ കോസീവ് ആയിട്ടുള്ള എക്കണോമിക് പ്രാക്ടീസസ് ആണ്. ഈ ചൈനീസ് കമ്പനീസിൻ്റെ കോസീവ് ആയിട്ടുള്ള ഡംപിങ് അല്ലെങ്കിൽ
ഇവർ എക്സ്പോർട്ട് ചെയ്യുമ്പോഴേക്ക് ഇവർക്ക് താരിഫ് അല്ലെങ്കിൽ ടാക്സ് റിഡക്ഷനൊക്കെ ചൈനീസ് ഗവൺമെൻറ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിനാരിയോസ് അല്ലെങ്കിൽ ഈ ഇവരുടെ ഇംപ്രോപ്പർ ആയിട്ടുള്ള എക്കണോമിക് പ്രാക്ടീസസ് കളയാനായിട്ടുള്ള മെക്കാനിസംസ് ആണ് US പോലത്തെ കൺട്രീസ് എടുക്കേണ്ടതെന്നാണ് പറയുന്നത്. ബ്ലോസ്റ്റർ ഡൊമസ്റ്റിക് കോമ്പറ്റീറ്റീവ്നെസ്, ഇൻസെൻറ്റീവ്സ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ ഇൻസെൻറ്റീവ്സ് കൊണ്ടുവരിക, അപ്പ് സ്കില്ലിങ്, സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെൻറ്റ് ടു എൻഹാൻസ് ലോങ് ടേം കോമ്പറ്റീറ്റീവ്നെസ് ഓഫ് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ്. ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്ന പോയിന്റ്സ് ആണ്. പിന്നെ പാർട്ണർഷിപ്പ് കൂട്ടുക, അതായത് എന്താണ് അതർ റീജിയണൽ എക്കണോമീസ്. നമുക്കറിയാം വിയറ്റ്നാം ഉണ്ട്, തൈവാനുണ്ട്. തൈവാൻ ഈസ് ഗുഡ് ഫോർ എന്താണ് നമ്മുടെ ഈ ഇലക്ട്രോണിക് ചിപ്പ് മാനുഫാക്ചറിംഗിലെ ലീഡേഴ്സ് ആണ് തൈവാൻ. ഓക്കെ, അപ്പം ഗ്ലോബൽ സപ്ലൈ ചെയിനിൽ ഹിൻഡ്രൻസ് ഉണ്ടായിരുന്നു ഈ ചിപ്പ് മാനുഫാക്ചറിങ്ങിൽ. അപ്പോൾ ഒക്കെ ചൈനീസിൽ നിന്ന് ഇവർ തൈവാനിലോട്ടാണ് ഡിപ്പെൻഡൻസ് കൂട്ടിയത്. അപ്പോൾ അതുപോലെയുള്ള പാർട്ണർഷിപ്പുകൾ ഡെവലപ്പ് ചെയ്യുക എന്നാണ് ഇതിൻ്റെ വേ ഫോർവേഡായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ എന്ന് പറയുന്നത് ടൈം ഫോർ എ സെൻസസ് കം വാട്ട് മേ. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താണ്, നമുക്കറിയാം ഒരു 2021 സെൻസസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് നമുക്കറിയാം കോവിഡൊക്കെ ആയ കാരണം നടത്താനായിട്ട് പറ്റിയില്ല. അപ്പം ഈ ഒരു ഇലക്ഷൻസിന് ശേഷം എങ്ങനെയായിരിക്കും സെൻസസ് വരുന്നത്? അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് മാൻഡേറ്റിംഗ് ഡീലിമിറ്റേഷൻ ബേസ്ഡ് ഓൺ, നമുക്കറിയാം പോപ്പുലേഷൻ ചേഞ്ച് വരുന്നുണ്ട്. അപ്പം പോപ്പുലേഷൻ ചേഞ്ച് വരുന്നതനുസരിച്ച് കോൺസ്റ്റിറ്റ്യുവൻസീസിൻ്റെ എണ്ണം കൂടാം, അപ്പോൾ ഡീലിമിറ്റേഷൻസ് വരും. അപ്പോൾ അങ്ങനെയുള്ള സിനാരിയോ വരുമ്പോഴേക്കും ഒരു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ട് വരുവാണെങ്കിൽ ചിലപ്പം ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടീനെ എഫക്റ്റ് ചെയ്യാം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ വുമൺ റിസർവേഷൻ ഒരു ടോപ്പിക്കാണ് ഈ ഡീലിമിറ്റേഷൻ എക്സസൈസിൽ. അപ്പോൾ അതെല്ലാം കൂടി ഡിസ്കസ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിളാണ് ഈ ഒരു ടൈം ഫോർ കോൺസെൻസ് വാട്ട് മേ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ചാലഞ്ചസ് എന്ന് പറയുന്നത് എന്താണ്, അണ്ടർമൈനിങ് ഒന്നെന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ്. ഓക്കെ, അപ്പം ഇപ്പോൾ ഈ പോപ്പുലേഷൻ ചേഞ്ച് നമ്മൾ ഡേ ബിഫോർ യെസ്റ്റർഡേ ആണെന്ന് തോന്നുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത ന്യൂസിനകത്തുണ്ടായിരുന്നു. നമ്മളിപ്പം ഈ പോപ്പുലേഷൻ കൂടുമ്പോഴേക്കും നമുക്ക് സദേൺ ആൻഡ് നോർത്തേൺ സ്റ്റേറ്റ്സിൽ ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ നോർത്തേൺ സ്റ്റേറ്റ്സിൽ പോപ്പുലേഷൻ കൂടുതലാണ് കമ്പയർഡ് ടു സദേൺ സ്റ്റേറ്റ്സ്. അപ്പോൾ നമ്മൾ സെൻസസ് നടത്തി ഡീലിമിറ്റേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഡീലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസീസിലെ സീറ്റിൻ്റെ എണ്ണം അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യുവൻസീസിൻ്റെ എണ്ണം കൂട്ടുക. അപ്പം അവിടെയുള്ള റെപ്രസെൻറ്റേഷൻ കൂടി വരും. അതാണ് അതിൻ്റെ ഒരു ബേസിക് ക്രപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡീലിമിറ്റേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് നടത്തുവാണെങ്കിൽ നോർത്ത് റീജിയനിലുള്ള നോർത്തേൺ ഏരിയാസിൽ നമുക്കറിയാം പോപ്പുലേഷൻ കൂടുതലാണ്. അപ്പം സദേൺ റീജിയനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അപ്പം പോപ്പുലേഷൻ കൂടുതലായതുകൊണ്ട് തന്നെ എന്ത് പറ്റും, അവിടെ സീറ്റുകളുടെ എണ്ണം കൂടും. സൗത്തിൽ പോപ്പുലേഷൻ ഡിക്ലൈൻ ആണ്, അവിടെ പോപ്പുലേഷൻ കുറയുവാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സദേൺ റീജിയൻസ് ഓഫ് ഇന്ത്യയിൽ സീറ്റുകളുടെ എണ്ണം കുറയാനും ചാൻസസ് ഉണ്ട്. അപ്പോൾ ഡിലേയിങ് സെൻസസ് ഡിപ്രൈസ് ഫാസ്റ്റ് ഗ്രോയിങ് സ്റ്റേറ്റ്സ് എസ്പെഷ്യലി ഇൻ ദ നോർത്ത് ഓഫ് ദെയർ റൈറ്റ്ഫുൾ ഇൻക്രീസ് ഇൻ സീറ്റ് ഷെയർ. അപ്പം ഇവർ പറയുന്നത് നോർത്തേൺ സ്റ്റേറ്റ്സിൽ ഇവർക്ക് പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് ഇവർക്ക് റെപ്രസെൻറ്റേഷൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ സെൻസസ് ഡിലേ ചെയ്യുവാണെങ്കിൽ അപ്പോൾ അത്ര ആൾക്കാരുടെ റെപ്രസെൻറ്റേഷൻ കുറയും എന്നാണ് അവർ പറയുന്നത്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ സദേൺ സ്റ്റേറ്റ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ ഈ സെൻസസ് നടന്നാലും കുറയുമെന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് രണ്ടും പ്രശ്നങ്ങളാണ്. പിന്നെ കോംപ്രമൈസിങ് വെൽഫെയർ എൻറ്റൈറ്റിൽമെൻറ്റ്സ് എന്ന് പറയുന്നത് സെൻസസ് ഡേറ്റ ഈസ് ക്രൂഷ്യൽ ഫോർ ഇംപ്ലിമെൻറ്റിംഗ് വെൽഫെയർ സ്കീംസ്. ഒന്നെന്ന് പറയുന്നത് നമുക്കറിയാം ഇപ്പം കാസ്റ്റ് സെൻസസ് നടത്തുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സെൻസസ് നടത്തിയാൽ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ ഏതൊക്കെ കാറ്റഗറി ഓഫ് ആൾക്കാരാണ് ഇപ്പം ബിലോ പോവർട്ടി ലൈൻ ആണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഇൻകം എങ്ങനെയുണ്ട്, അൺഎംപ്ലോയ്മെൻറ്റ് എത്രയുണ്ട് എന്നുള്ള കറക്റ്റ് ഡേറ്റ നമുക്ക് കിട്ടണമെങ്കിൽ ഈ സെൻസസ് നടക്കണം. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ട ഈ ഒരു ക്രൈസിസിൽ ഫേസ് ചെയ്യുന്ന ആൾക്കാരെ, അപ്പോൾ പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് എന്താണ് എക്കണോമിക് ബെനിഫിറ്റ്സോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ വെൽഫെയർ സ്കീംസോ എത്തിക്കണമെങ്കിൽ എന്താണ് ഈ ഒരു സെൻസസ് നടത്തി അവരെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ലാക്ക് ഓഫ് അപ്ഡേറ്റഡ് പോപ്പുലേഷൻ ഡേറ്റ ഡിപ്രൈവ്സ് മില്യൺസ് ഓഫ് എൻറ്റൈറ്റിൽഡ് ബെനിഫിറ്റ്സ് അണ്ടർ സ്കീംസ് ലൈക്ക് NFSA. പിന്നെ വയലേറ്റ്സ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് സിറ്റിസൺസ് ടു സ്റ്റേറ്റ് വെൽഫെയർ ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി. പിന്നെ എന്താണ് ഒബ്സ്ട്രക്റ്റിംഗ് വുമൻസ് റിസർവേഷൻ. നമുക്കറിയാം വുമൻസ് റിസർവേഷൻ അവർ പാസ് ചെയ്ത് പക്ഷേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, 106th അമെൻമെൻറ്റ് ലിങ്ക്സ് വുമൻസ് റിസർവേഷൻ ഇൻ പാർലമെൻറ്റ് അസംബ്ലീസ് ടു ഡീലിമിറ്റേഷൻ എക്സസൈസ്. അപ്പോൾ ഡിലേയിങ് ഡീലിമിറ്റേഷൻ ബൈ പോസ്റ്റ്പോണിംഗ് സെൻസസ് ഒബ്സ്ട്രക്ട് ദ ലോങ് അവൈറ്റഡ് പ്രൊവിഷൻ ഫോർ വുമൻസ് പൊളിറ്റിക്കൽ എംപവർമെൻറ്റ് അവിടെ കുറയ്ക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വേ ഫോർവേഡ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് അപ്ഹോൾഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രാക്ടീസസ്, അതായത് സെൻസസ് കറക്റ്റ് ടൈമിൽ അറ്റ് ദ ഏർലിയസ്റ്റ് കണ്ടക്ട് ചെയ്യുക ഓൺ എ പീരിയോഡിക് ഡീലിമിറ്റേഷൻ. അതായത് കറക്റ്റ് സമയത്ത് സെൻസസ് നടത്തുക, സെൻസസ് അനുസരിച്ച് ഡീലിമിറ്റേഷൻ പ്രോസസ്സും നമ്മൾ നടത്തുക. എൻഷുർ ഡീലിമിറ്റേഷൻ ഈസ് ഇംപാർഷ്യൽ എക്സസൈസ് ബേസ്ഡ് സോളി ഓൺ പോപ്പുലേഷൻ ചേഞ്ചസ് നോട്ട് ഓൺ പാർട്ടീഷ്യൻ
ഇൻട്രസ്റ്റ്. അതായത് ഇപ്പോൾ ഒരു സ്റ്റേറ്റ് സ്പെസിഫിക്കോ അല്ലെങ്കിൽ ഒരു കാസ്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഡീലിമിറ്റേഷൻ പ്രോസസ്സ് നമ്മൾ നടത്താതെ പോപ്പുലേഷൻ ചേഞ്ച് ബേസ് ചെയ്തിട്ട് മാത്രം നടത്തുക എന്നാണ് ഇതിൻ്റെ വേ ഫോർവേഡ് പറയുന്നത്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്കലി നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, പിന്നെ ജുഡീഷ്യൽ ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ അപ്രോച്ച് സുപ്രീം കോർട്ട് ചാലഞ്ചിങ് ദ ഡിലേഡ് സെൻസസ് ആസ് വയലേറ്റിംഗ് സിറ്റിസൺസ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഓക്കെ, സീക്ക് കോർട്ട്സ് ഡയറക്റ്റീവ് ടു ദ ഗവൺമെൻറ് ടു എക്സ്പെഡിറ്റ് സെൻസസ് ആൻഡ് ഡീലിമിറ്റേഷൻ പ്രോസസ്. പിന്നെ പൊളിറ്റിക്കൽ കോൺസെൻസസ് എന്ന് പറയുന്നത് ബിൽഡ് കോൺസെൻസ് എമംഗ് ഓൾ പാർട്ടീസ്. എല്ലാ പാർട്ടീസും തമ്മിലുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരണം. കാരണം എന്താണ്, ഈ സെൻസസ് നടന്നാലേ ആൾക്കാർക്ക് എക്കണോമിക് അല്ലെങ്കിൽ സോഷ്യൽ ബെനിഫിറ്റ്സ് കിട്ടത്തുള്ളൂ. ആർക്കാണ് കിട്ടേണ്ടതെന്നുള്ള ഐഡന്റിഫിക്കേഷൻ സെൻസസ് നടന്നാലേ കിട്ടത്തുള്ളൂ. പിന്നെ ഡീലിമിറ്റേഷൻ പ്രോസസ്സ് പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ സെൻസസ് നടക്കണം. പിന്നെ വുമൺ റിസർവേഷൻ എന്ന് പറയുന്ന ഒരു ഹ്യൂജ് ടോപ്പിക് അല്ലെങ്കിൽ ഒരു അൾട്ടിമേറ്റ് ഗോള് അവിടെ ഉണ്ട്. അത് നടത്തണമെങ്കിൽ എന്താണ്, ഈ ഡിലിമിറ്റേഷൻ കഴിഞ്ഞിട്ട് അവർക്കുള്ള കോൺസ്റ്റിറ്റ്യുവൻസീസ് തിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനെല്ലാം റൂട്ട് കോസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് സെൻസസ് നടപ്പാക്കുക എന്നുള്ളതാണ്. ഡെമോൺസ്ട്രേറ്റ് കമ്മിറ്റ്മെന്റ് ടു സ്ട്രെങ്തനിങ് ഡെമോക്രസി ആൻഡ് റെപ്രസെൻറ്റേഷൻ. പിന്നെ പോസ്റ്റർ ഡേറ്റ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നെന്ന് പറയുന്നത് എന്താണ്, മോഡേണൈസ് ചെയ്യുക. നമ്മുടെ സെൻസസ് കളക്ട് ചെയ്യുന്ന സ്ട്രാറ്റജീസ് മോഡേണൈസ് ചെയ്യുക. പിന്നെ എക്സ്പ്ലോർ ഓൾട്ടർനേറ്റീവ് ഇതിനകത്ത് കൊടുക്കാൻ പറ്റുന്ന AI യൂസ് ചെയ്യുക. AI ആൻഡ് മെഷീൻ ലേണിംഗ് ഒക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, സീംലെസ് ആയിട്ടുള്ള സെൻസസ് കളക്ഷൻ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ മെത്തഡോളജീസ് അഡോപ്റ്റ് ചെയ്യാം. അഡ്ഹർ ടു വെൽഫെയർ ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് ഈ വെൽഫെയർ എൻടൈറ്റ്മെൻറ്റ്സ് പ്രോപ്പറായിട്ട് ആൾക്കാരിലോട്ട് എത്തിക്കണമെങ്കിൽ ഈ സെൻസസ് നടപ്പാക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് അതാണ് ഒരു സെൻസസ് ബേസ് ചെയ്തിട്ട് കഴിഞ്ഞ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ, കാരണം 26 സെൻസസ് നടക്കുമെന്നാണ് പറയുന്നത്. അപ്പം ആ ഒരു ടൈമിൽ ഒക്കെ ആണെങ്കിലും ഇനിയിപ്പം നമുക്ക് കറണ്ട് അഫയേഴ്സിൽ സെൻസസ് ബേസ് ചെയ്തിട്ട് ടോപ്പിക്ക് വരും. അപ്പോൾ മെയിൻസ് പെർസ്പെക്റ്റീവിൽ നിങ്ങൾ അതിനൊരു ആൻസർ സ്ട്രക്ചർ ചെയ്ത് വെക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ബേസിക് സ്ട്രക്ചർ നിങ്ങൾക്ക് നേരത്തെ ആ ഒരു ആർട്ടിക്കിൾ എക്സ്പ്ലനേഷനിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ചൈനീസ് ഫോഴ്സസ് സീസ് 2 ഫിലിപ്പൈൻ ബോട്ട്സ് ഇൻ ഡിസ്പ്യൂട്ടഡ് ഷോൾ. ഓക്കെ, ഇത് നമ്മുടെ പ്ലേസസ് ഇൻ ന്യൂസ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ റിലേഷൻസ് ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് എസ്കലേറ്റിംഗ് ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ഫിലിപ്പൈൻസ് ആൻഡ് ചൈന ഇൻ ദ സൗത്ത് ചൈന സീ റീജിയൻ. അപ്പോൾ ഈ സൗത്ത് ചൈന സീ റീജിയൻ ആണ് നമ്മൾ ഇതിനകത്ത് ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ആയിട്ട് വരുന്നത്. പിന്നെ റീസൺ കോൺഫ്രണ്ടേഷൻ അറ്റ് സെക്കൻഡ് തോമസ് ഷോൾ, ഇതാണ് ആ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത്. കോൺഫ്രണ്ടേഷൻ ഉണ്ടായത് അതിൽ എന്താണ്, ഈ ചൈനീസ് കോസ്റ്റ് ഗാർഡ് കുറച്ച് ഫിലിപ്പൈൻസിൻ്റെ ബോട്ട്സ് അവർ പിടിച്ചെടുത്തു. ഓക്കെ, അതാണ് ഒരു കോണ്ടസ്റ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഓഫ് സൗത്ത് ചൈന സീ എന്താണെന്ന് നമ്മൾ നോക്കുക. സൗത്ത് ചൈന സീയിൽ ഉള്ള ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള മേജർ ഏരിയാസ് നോക്കണം. പിന്നെ ഇവിടെയുള്ള ഈ സെക്കൻഡ് തോമസ് ഷോളിൻ്റെ ലൊക്കേഷനും കൂടി ഓർത്തിരിക്കുക. അത് സൗത്ത് ചൈന സീ ആണെന്ന് അറിയാം നിങ്ങൾക്ക്, പക്ഷേ അതിൻ്റെ ഒരു ഏത് കൺട്രിയുടെ അടുത്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഒന്നെന്ന് പറയുന്നത് സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഓഫ് സൗത്ത് ചൈന സീ എന്ന് പറയുന്നത് ഗ്ലോബൽ ട്രേഡിൻ്റെ ഏകദേശം 3.4 ട്രില്യൺ ആണ് ഈ സൗത്ത് ചൈന സീ കൂടെ പാസ് ചെയ്യുന്ന ഗ്ലോബൽ ട്രേഡിൻ്റെ ഷെയർ. ഓക്കെ, അപ്പോൾ റിച്ച് ഇൻ ഓയിൽ, ഗ്യാസ് ആൻഡ് മെറൈൻ റിസോഴ്സസ് ആണ്. നമ്മൾ ആദ്യത്തെ ന്യൂസ് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ റെയർ എർത്ത് മിനറൽസ് ഉണ്ട്, അതുപോലെ തന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് റിസോഴ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും റിസോഴ്സ് റിച്ച് ആയിട്ടുള്ള ഒരു റീജിയൻ ആണ് സൗത്ത് ചൈന സീ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് വൺ ഓഫ് ദ റീസൺ വൈ ചൈന ഈസ് കോമ്പീറ്റിംഗ് ഇൻ ദാറ്റ് റീജിയൻ. അപ്പം ഈ കൺട്രോൾ ഓവർ ഇതിൻ്റെ നമുക്കറിയാം, ഈ മാപ്പ് നോക്കുമ്പോൾ അറിയാം, പാർസൽ ഐലൻഡ്സ് ഉണ്ട്, സ്കാംബോർഗ് ഐലൻഡ്സ് ഷോളുണ്ട്, പിന്നെ സ്പാർട്ട്ലി ഐലൻഡ്സ് ഉണ്ട്. അപ്പോൾ ഈ റീജിയൻസ്, ഈ ഐലൻഡ്സ് എന്നൊക്കെ പറയുമ്പോഴേക്കും ഈ സൗത്ത് ചൈന സീയുടെ ഒരു മിഡിൽ റീജിയൻ ആയിട്ടൊക്കെ വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഇത്രയും വാട്ടർ ബോഡി ചൈനീസ് കൺട്രോളിലോട്ട് വരികയും അവിടെ എന്ത് ചെയ്യും, അവർക്ക് മൈനിങ്ങും അതുപോലത്തെ കാര്യങ്ങളും നടത്താനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ സൗത്ത് ചൈന സീയുടെ ലൊക്കേഷൻ നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഇറ്റ്സ് സറൗണ്ടഡ് ബൈ ചൈന ഓൺ ദ നോർത്ത്, പിന്നെ തൈവാൻ ഉണ്ട്, പിന്നെ ഫിലിപ്പൈൻസ് ഉണ്ട്, ബ്രൂണൈ, മലേഷ്യ, വിയറ്റ്നാം. ഓക്കെ, ഈ പാർസൽ ഐലൻഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം തൈവാനും ചൈനയും പിന്നെ വിയറ്റ്നാമും കോമ്പീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് പാർസൽ ഐലൻഡ്സ് എന്ന് പറയുന്നത്. സ്കംബോർഗ് ഐലൻഡ് ഷോൾ എന്ന് പറയുന്നത് ഫിലിപ്പൈൻസ് ക്ലെയിം ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വിയറ്റ്നാം ക്ലെയിം ചെയ്യുന്നുണ്ട്, ചൈന ക്ലെയിം ചെയ്യുന്നുണ്ട്, തൈവാനും ക്ലെയിം ചെയ്യുന്നുണ്ട്. സ്പാർട്ട്ലി ഐലൻഡ്സ് എന്ന് പറയുമ്പോഴേക്കും അത് നമുക്ക് ഇതിൽ മലേഷ്യ ഉണ്ട്, ഫിലിപ്പൈൻസ് ഉണ്ട്, ചൈനയുണ്ട്, പിന്നെ വിയറ്റ്നാം. എല്ലാ കൺട്രീസും എന്താണ് ഈ ബോർഡറിങ് കൺട്രി, സൗത്ത് ചൈന സീയുടെ ബോർഡറിങ് കൺട്രീസ് എല്ലാം ചാലഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട് ചെയ്യുന്ന സ്ഥലമാണ് സ്പാർട്ട്ലി ഐലൻഡ്സ് എന്ന് കൂടി ഓർത്തിരിക്കാം. പിന്നെ നമ്മൾ ഈ മാപ്പ് നോക്കുമ്പോഴേക്കും ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാം. ചൈനീസ് ബോർഡർ, സീ ബോർഡർ ഇവർ പറയുന്നത്
ഇത്രയുമാണ്, അതായത് ഫിലിപ്പൈൻസിൻ്റെയും മലേഷ്യയുടെയും അടുത്ത് വരെയുള്ള ഒരു റീജിയൻ, ഇത്രയും ഏരിയ കവർ ചെയ്യുന്ന രീതിയിലാണ് ഇവർ അവരുടെ ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു ടെറിട്ടറി അവർ മാർക്ക് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ ഇന്നത്തെ ന്യൂസിൽ ഡിസ്കസ് ചെയ്ത ഒരു ഷോളുണ്ട്, അതാണ് സെക്കൻഡ് തോമസ് ഷോൾ എന്ന് പറയുന്നത്. സെക്കൻഡ് തോമസ് ഷോള് ഫിലിപ്പൈൻസിൻ്റെയും നമ്മുടെ വിയറ്റ്നാമിൻ്റെയൊക്കെ നടുക്കായിട്ട് വരുന്ന ഒരു സ്ഥലമാണെന്നും കൂടി ഓർത്തിരിക്കാം. ഓക്കെ, സൗത്ത് ചൈന സീലാണ്, അതിൻ്റെ ലൊക്കേഷനും കൂടി അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഓക്കെ, നമ്മൾ ഇതിനകത്ത് നോക്കുന്ന ഒരു പ്രസൻറ്റ് ചാലഞ്ചസ് ആണ് സൗത്ത് ചൈന സീ ബേസ് ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെ അതിൻ്റെ ഒരു വേ ഫോർവേഡും ഒരു പ്രോപ്പർ കൺക്ലൂഷനും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ പ്രസൻറ്റ് ചാലഞ്ചസ് എന്ന് പറയുന്നത് മിലിറ്ററൈസേഷൻ ഓഫ് ഡിസ്പ്യൂട്ടാണ്. ഒന്നെന്ന് പറയുന്നത് എന്താണ്, ഈ ലാൻഡ്, ഈ ഒക്യുപ്പൈഡ് ഐലൻഡ്സ് എല്ലാം ക്ലെയിം ചെയ്യാനായിട്ട് അവിടെ മിലിറ്ററി പ്രസൻസ് ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലമാണ്. ഓക്കെ, ഇൻ എ ബിഡ് ടു റീഇൻഫോഴ്സ് ദെയർ ക്ലെയിംസ് പാർട്ടീസ് ഹാവ് അണ്ടർടേക്കൻ വൈഡ് സ്പ്രെഡ് കൺസ്ട്രക്ഷൻ ആൻഡ് മിലിറ്ററൈസേഷൻ ഓഫ് ഒക്യുപ്പൈഡ് ഐലൻഡ്സ് ഇൻസ്റ്റാളിംഗ് ഡിഫൻസ് ഫെസിലിറ്റീസ്, എയർ സ്ട്രിപ്സ്, നേവൽ അസറ്റ്സ്. അപ്പം എന്ത് ചെയ്യും, അപ്പം ഒരു എസ്കലേഷൻ അല്ലെ അവിടെ ഒരു വോർ ലൈക്ക് സിനാരിയോ ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ ഡിസ്റപ്ഷൻസ് ഓഫ് ഗ്ലോബൽ കോമൺസ് ഒന്ന് പറയുന്നത് ഡിസ്പ്യൂട്ട്സ് ത്രട്ടൻ അൺഇൻഹാബിറ്റഡ് പാസേജ് ത്രൂ വൈറ്റൽ സീ ലൈൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഡിസ്റപ്റ്റിംഗ് ഓൺ ദ ഗ്ലോബൽ ട്രേഡ് അവിടെ ഡിസ്റപ്റ്റ് ആവും. ഏതെങ്കിലും ഒരു കൺട്രി ഡിസൈഡ് ചെയ്യുവാണ് ഈ ട്രേഡ് റൂട്ട് ബ്ലോക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.4 ട്രില്യൺ ഗ്ലോബൽ എക്കണോമി അവിടെ ഷട്ടാവും. ഓക്കെ, പിന്നെ എൻവയോൺമെൻറ്റൽ ടോൾ, അൺചെക്ഡ് ആയിട്ടുള്ള ഫിഷിംഗ് ആണ്, ഡ്രില്ലിംഗ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു, കാരണം ഇത് അൺക്ലെയിംഡ് ആയിട്ടുള്ള, ഈവൻ ദോ എല്ലാ കൺട്രീസും ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിലും ഒരു അൺസൂപ്പർവൈസ്ഡ് ആയിട്ടുള്ള ഒരു റീജിയൻ ആണ് സൗത്ത് ചൈന സീ എന്ന് വേണം നമുക്ക് പറയാം. അപ്പോൾ അവിടെ ട്രോളിങ്, അതുപോലെ തന്നെ അൺചെക്ഡ് ആയിട്ടുള്ള ഫിഷിങ്, ഡ്രില്ലിങ് അതൊക്കെ നടക്കുവാണെങ്കിൽ അവിടെയുള്ള കോറൽ റീഫ്സിനെയും ഫിഷ് സ്റ്റോക്കിനെയും ഒക്കെ അത് അഫക്റ്റ് ചെയ്യും. പിന്നെ ബ്രേക്ക് ഡൗൺ ഓഫ് റൂൾസ് ബേസ്ഡ് ഓർഡർ എന്ന് പറയുന്നത് യൂണിലാറ്ററൽ ആക്ഷൻസ് ആൻഡ് എംപ്ലോയ്മെന്റ് ഓഫ് കോസി ടാക്ടിക്സ് അണ്ടർമൈൻ ഇന്റർനാഷണൽ. നമുക്കറിയാം UN സീലോസ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ കറണ്ട് അഫയേഴ്സിൽ ഒരു ലാസ്റ്റ് വീക്ക് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പം ഒരു ഗ്ലോബൽ ഓർഡർ ഉണ്ട്, ഒരു മെരിടൈം ഓർഡർ ഉണ്ട്, എങ്ങനെ വേണം നമുക്ക് ഒരു കൺട്രിയുടെ ബോർഡർ അല്ലെങ്കിൽ അവരുടെ ഒരു എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണോ ഇൻഡസ്ട്രിയൽ സോണോ ഒക്കെ ഡിസൈഡ് ചെയ്യാനായിട്ടുള്ളൊരു ഗ്ലോബൽ റൂളുണ്ട്. അപ്പോൾ അങ്ങനത്തെ റൂളിനെ എല്ലാം എടുത്തു മാറ്റിക്കൊണ്ടാണ് ഇങ്ങനെയുള്ള ഡിസ്പ്യൂട്ട്സ് നടക്കുന്നത്. പിന്നെ US ചൈന റൈവലറി അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമുക്ക് ഇപ്പോൾ ഈ കേസിൽ ഫിലിപ്പൈൻസ് ആണ് ഡിസ്പ്യൂട്ടെങ്കിൽ ഫിലിപ്പൈൻസിനെ പ്രൊട്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ഒരു അലൈ എന്ന രീതിയിൽ 1951 US ഒരു ട്രീറ്റി ഫിലിപ്പൈൻസായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫിലിപ്പൈൻസിനെ ത്രെറ്റൻ ചെയ്യുവാണ് അല്ലെങ്കിൽ അവരുമായിട്ട് ഡിസ്പ്യൂട്ട് പോവുകയാണെങ്കിൽ ചൈന ഈസ് ഇൻഡയറക്ട്ലി ഗോയിങ് വാർ വിത്ത് USA. ഓക്കെ, അപ്പോൾ വിത്ത് USA കണ്ടക്ടിങ് ഫ്രീഡം ഓഫ് നാവിഗേഷൻ ഓപ്പറേഷൻസ്, അതായത് ഈ സൗത്ത് ചൈന സീയിലൂടെ US അവരുടെ നേവൽ ഷിപ്സിനെ ഇടയ്ക്ക് ഇങ്ങനെ കൊണ്ടുപോകാറുണ്ട്. അതായത് ഈ സീ റൂട്ടുകൾ ഫ്രീ ടു നാവിഗേറ്റ് ഫോർ ഓൾ ആണ്, അല്ലെങ്കിൽ ചൈനീസ് ആർമിയുടെ അല്ലെങ്കിൽ ചൈനീസ് നേവിയുടെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള റീജിയൻ അല്ല എന്ന് പറയിപ്പിക്കാനായിട്ട് അവരിടയ്ക്ക് ഇങ്ങനത്തെ ഡ്രിൽസ് ഒക്കെ നടത്താറുണ്ട്. ഓക്കെ, പിന്നെ അതാണ് അതിൻ്റെ ഒരു പ്രസന്റ് കേസ് ചാലഞ്ചസും അവരുടെ ഒരു പ്രസന്റ് സിനാരിയോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇതിൻ്റെ വേ ഫോർവേഡ് എന്താണ്? ഒന്നെന്ന് പറയുന്നത് റീഇൻവിഗേറ്റിംഗ് റീജിയണൽ ഡിപ്ലോമസി, അതായത് നെഗോസിയേഷൻസും ബിഡിങ്ങും ഈ ഡിഫറെൻറ്റ് കൺട്രീസുമായിട്ട് നടത്തുക, എന്നിട്ടൊരു പ്രോപ്പർ കോൺടാക്ട് ഡെവലപ്പ് ചെയ്യുക. പിന്നെ റിസോഴ്സ് ഷെയറിംഗ് ഫ്രെയിംവർക്ക് കൊണ്ടുവരിക, അതായത് ഈ ജോയിൻറ്റ് ഡെവലപ്മെൻറ്റ്, അതായത് ഓരോ കൺട്രീസുമായിട്ടുള്ള റിസോഴ്സ് ഷെയറിംഗ് മെക്കാനിസം പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്യുക. പിന്നെ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ മെക്കാനിസംസ് ഉണ്ട്, തേർഡ് പാർട്ടി ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസം കൊണ്ടുവരിക, അതായത് UN സീലോസ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ASEAN പോലത്തെ ഓർഗനൈസേഷൻസിൻ്റെ ഒരു തേർഡ് പാർട്ടി ആയിട്ട് നിന്നുകൊണ്ട് ഇവിടെ ഡിസ്പ്യൂട്ട് റെസൽ മെക്കാനിസംസ് ഡെവലപ്പ് ചെയ്യുക. പിന്നെ മിലിറ്ററി റിസ്ക് റിഡക്ഷൻ എന്ന് പറയുമ്പോൾ എസ്റ്റാബ്ലിഷ് ഹോട്ട് ലൈൻസ്, പിന്നെ എക്സസൈസ് കോഡ്സ് അല്ലെങ്കിൽ കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷേഴ്സ് ക്രിയേറ്റ് ചെയ്യുക. അപ്പം ഈ ആക്സിഡൻറ്റ്സ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വാർ ലൈക്ക് സിനാരിയോയിലോട്ട് പോവുകയാണെങ്കിൽ അതിനെ ഹിൻഡർ ചെയ്യാനായിട്ട്, അതിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു മെക്കാനിസം ഡെവലപ്പ് ചെയ്യാം. പിന്നെ എൻവയോൺമെന്റൽ കോപ്പറേഷൻ ആണ്. ഇപ്പോൾ ഈ മെറിടൈം എക്കോസിസ്റ്റം ഒക്കെ ഭയങ്കരമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിനെ ടാക്കിൾ ചെയ്യാനായിട്ട് ഉള്ള മെക്കാനിസംസ് ഓരോ കൺട്രിയുടെയും ഭാഗത്തുനിന്ന് കൊണ്ടുവരിക. ഓക്കെ, അതിനൊരു കോമൺ കോൺസെൻസ് ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞാലും തെറ്റില്ല. ഓക്കെ, പിന്നെ സൗത്ത് ചൈന സീ എംബാർഗോ underscores the pressing need for restraint, diplomacy, adherence to international laws by all parties involved. Only through sustained dialogue and compromise can the region be insulated from further militarization and conflict that could profoundly undermine global stability and economic security. Upholding a rules-based maritime order must be a shared responsibility. ഇതൊരു കൺക്ലൂഷനായിട്ട് നമുക്ക് എഴുതാം.
ഇപ്പോൾ ഈ സൗത്ത് ചൈന റിലേറ്റഡ് ആയിട്ടുള്ള സൗത്ത് ചൈന സീ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്പ്യൂട്ട്സോ അല്ലെങ്കിൽ അത് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ നിങ്ങൾക്കൊരു ബേസിക് ആയിട്ടുള്ളൊരു കൺക്ലൂഷനും ഞാനിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു മെയിൻസ് ക്വസ്റ്റ്യൻ, അത് പ്രീവൈക്കൊന്നുമല്ല, ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആണ്. How effective do you think India's approach in South China Sea dispute has been in balancing its strategic interest and maintaining regional stability? അപ്പോൾ ഈ സൗത്ത് ചൈന സീയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇന്ത്യയുടെ ഒരു പെർസ്പെക്റ്റീവിൽ ആൻസർ എഴുതാനാണ് ഈ മെയിൻസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പം നിങ്ങൾ അതിൻ്റെ ഒരു ആൻസർ ഒന്നുകിൽ കമൻറ്റ് സെക്ഷനിൽ എഴുതുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അസൈൻഡ് ആയിട്ടുള്ള മെൻറ്റേഴ്സിനെ ഇതിൻ്റെ ആൻസർ ഏൽപ്പിക്കുക. ഓക്കെ, അപ്പം ഈ പ്രാവശ്യത്തെ DNA ലാബ്സിൽ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതലും മെയിൻസ് പെർസ്പെക്റ്റീവിലായിരുന്നു ആൻസർ വന്നത്. കൂടുതലും നമുക്ക് ഇന്റർനാഷണൽ റിലേഷൻസ് ആണ് വന്നിരുന്നത്. എക്കണോമി വരുമ്പോഴേക്ക് നമുക്ക് സെൻസസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും DNA ലാബ്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.